ഞാൻ ഷമീറാണ്, വയനാട്ടിൽ നിന്ന് NTC ലീഡറാണ്. ഞാൻ വളരെ സന്തോഷമുള്ള ഒരു MI ലൈഫ് സ്റ്റൈലിന്റെ പിന്നെ ഇന്ത്യ ഗ്രോ പ്രൊഡക്റ്റ് ഉപയോഗിച്ച റിസൾട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നതാണ്. സത്യത്തിൽ ഞാൻ വയനാട്ടിലെ സമയത്താണ് ഇതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വന്നത്. എന്നാൽ ഇത് നേരിട്ട് വന്ന് കാണുക എന്ന് പറയുന്നത് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. ഞാനിങ്ങനെ പിന്നെ ഈ ഒരു സ്ഥലത്തെത്തി, ബേലൂർ എന്ന് പറയുന്ന എന്താ അതിന്റെ സ്ഥലത്തിന്റെ പേര് പറഞ്ഞു, മുതുക്കര അണ്ണി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ ആ ഒരു എന്താ പറയാ, നമ്മുടെ ഈ ഒരു ഉൽപ്പന്നം എന്താ പറയാ, നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ഇതിന്റെ പേരെന്തായിരുന്നു പറഞ്ഞു, പിന്നെ എന്ത് മുളകാണ്, ബജ്ജി മുളകിന്റെ റിസൾട്ട് ആണ്. സത്യത്തിൽ ഭയങ്കര നമുക്ക് മനസ്സിൽ ഭയങ്കര സന്തോഷം. കാരണം അവര് ഇതുവരെ നമ്മൾ ഒരുപാട് പിന്നെ എന്താ പറയാ പിന്നെ വളങ്ങളും കീടനാശിനികളൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ നമ്മുടെ ഈ ഇത് കൃഷി ചെയ്തതാണ്. അവർ പറഞ്ഞു ഇതുവരെ ചെയ്ത കൃഷിയിൽ നിന്നും എൻറ്റയർലി ഡിഫറെന്റ് ആണ് ഈ ഒരു ഇത്തവണ നമ്മുടെ ഭൂവസ്ത്രയും ഗ്രോമാജിക് ഒക്കെ ഉപയോഗിച്ച സമയത്ത് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ എല്ലാം ഒരേ ഫിനിഷിങ്ങിൽ കൊടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. ഞാൻ ഈ സാറിന്റെ പേര് ശങ്കർ സാറിന്റെ, സത്യത്തില് ശങ്കർ സാറ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറോ കാര്യങ്ങളോ ഒന്നുമല്ല, ഒരു പിന്നെ കൃഷിക്കാരൻ മാത്രമാണ്. പക്ഷെ നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഭയങ്കര കോൺഫിഡന്റ് ആണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഒന്നുമല്ല, സാധാരണ അവർ കൊടുക്കുന്ന വളവും കീടനാശിനിയെ കൊടുത്തിട്ട് ഇതിനേക്കാൾ കൂടുതൽ പ്രത്യേകിച്ച് കേടുകളൊന്നും ഇല്ല എന്നുള്ളത്. അപ്പൊ എന്റെ തൊട്ട് പുറകിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു നല്ല വളരെ ഫിനിഷിങ്ങും നല്ല ഹൈറ്റ്, അതായത് ആ ഒരു ബജിയുടെ ചെടിക്ക് നല്ല ഹൈറ്റ് വന്നിട്ടുണ്ട്. സാധാ ഉള്ളതിനേക്കാൾ നല്ല ഹൈറ്റും നല്ല ക്രോപ്പും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ ഇന്ത്യ ഗ്രോയുടെ റിസൾട്ട് എന്ന് പറയുന്ന ഒരു അമേസിംഗ് റിസൾട്ട് തന്നെയാണ്. ഇതേപോലെ തന്നെ പല കൃഷിയിലും ഈ ഒരു സ്ഥലത്ത് ബേലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങളുടെ കെയർ ഓഫില് പിന്നെ റിസൾട്ടുകൾ വന്നിട്ടുണ്ട്. എന്തായാലും ഇത് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഒരുപാട് കർഷകരുടെ ബിലീഫ് ലെവൽ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു പിന്നെന്താ പറയുക റിസൾട്ട് തന്നെയാണ്. എന്തായാലും ഈ പിന്നെ നമ്മുടെ എല്ലാ ലീഡേഴ്സിനെയും, മമ്മൂട്ടി സാറാണ് ഈ ഒരു ടീമിനെ ഇവിടെ നയിക്കുന്നത്, അതേപോലെ സുമലത മേഡം, ദേവരാജ് സാറ്, അതേപോലെ തന്നെ നമ്മുടെ ഹേമലത മേഡം, ഇവരൊക്കെ എന്താ പറയുക അഭിനന്ദിക്കുകയാണ് ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ നമുക്ക് ഉണ്ടാക്കി തന്നതിന്. ഓക്കെ, താങ്ക് യു. ഇത്ര കൂടുതൽ ചിഗറുകള് സാധാരണഗതിയിലുള്ളതിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത്. മൂന്നാമത് പറയുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ മെറ്റീരിയലിന് നല്ല തൂക്കം, അതേപോലെ തന്നെ നല്ല ഫിനിഷിങ്. ഇതിന്റെ പിന്നെ മുകളിൽ നിന്ന് ഈ ഒരു ഫിനിഷിങ്ങും ഈ ഒരു വലിപ്പവും നമുക്ക് മറ്റുള്ള സംഗതികൾക്ക് കിട്ടാറില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓൾറെഡി 3 മാസം കൊണ്ട് 8 പ്രാവശ്യം ഇതിന്റെ അകത്തുനിന്ന് വിളവെടുത്തിട്ടുണ്ട്. ഇനിയും 2 മാസം കൂടെ ഇനിയും നല്ല മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 2 മാസം കൂടെ നല്ല രീതിയിൽ വിളവുകൾ എടുക്കാൻ സാധിക്കും. പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ള സംഗതി തന്നെ ഇതിന്റെ വലിപ്പമാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും ഈ ഒരു സംഗതിയുടെ വലിപ്പവും പിന്നെ തൂക്കവും. ഇത്രയും ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ, അതായത് ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് തന്നെ നമുക്ക് ഈ സാധനങ്ങൾ പോകുന്നുണ്ടെന്നാണ്. ഇത് മിനിഞ്ഞാന്ന് ഒരു 2 ദിവസം മുൻപ് ഇതിൻ്റെ അകത്തുനിന്ന് ഓൾറെഡി ഇവർ പറിച്ച് പിന്നെ സാധനം വിളവ് എടുത്തതാണ്. ഇനിയും ഇത്രയും ദിവസം ബാക്കി എടുക്കാനും ഉണ്ട്. ഇതാണ് നമ്മളെ ഗ്രോമാജിക് ഭൂവസ്ത്രമൊക്കെ ഇട്ടതിന്റെ ഒരു റിസൾട്ട്. ഹാസൻ ജില്ലയിൽ ബേലൂർ താലൂക്കില് പിന്നെ കനായ്ക്കനഹള്ളി എന്ന് പറയുന്ന സ്ഥലമാണിത്. മുത്തുകണ്ണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്. നമ്മൾ സ്റ്റാർട്ടിങ് മുതലേ, അതായത് ഈ വിളവ് പിന്നെ ഈ എന്താ പറയാ ഇതിന്റെ ചെടികൾ വെക്കുന്നതിന് മുൻപേ തന്നെ ഭൂവസ്ത്രം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കൃത്യമായ രീതിയിലുള്ള നനവുകളും ഫോളോ അപ്പും പിന്നെ ഗ്രോമാജിക്, MI സ്പ്രേ, ഈ സംഗതികളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു റിസൾട്ട് ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. ನಾರ್ಮಲಿ ನಮ್ದು ಇಪ್ಪ ಇದ್ರಲ್ಲಿ പിന്നെ ಭೂವಸ್ತ್ರ ಹಾಕಿ ನಾರ್ಮಲಿ ಮುಂದೆ ಈ ತರ ಹೈಟ್ ಏನು ಬರುತ್ತೆ ಇಲ್ಲಂದ್ರೆ ಇಪ್ಪ ಅದು ನಾರ್ಮಲ್ ಬೆಳೆದಿಲ್ವಲ್ಲ ಯಾವಾಗ್ಲೂ ಅವಾಗ ಗೊತ್ತಾಗ್ತಿಲ್ಲ. ಫಸ್ಟ್ ಟೈಮ್ ಅಲ್ಲ ಇದು ಮಾಡಿರೋದು ಹಾಗಾಗಿ ಯಾವ್ದೋ ಒಟ್ಟಲ್ಲಿ ಯಾವ್ದೋ ಅದೇ ಚೆನ್ನಾಗಿ ಹೋಗ್ತೀನಿ ಬರೋದಿಲ್ಲ. ಹಾಕಿ ಇದು ಅದಿಟ್ಟಿದೆ ನಮ್ದು ಹಾಕಿದ್ರೆ ಇದಾಗಿದಲ್ಲ. ಇಲ್ಲಿ ಇದಕ್ಕೆ ಎಷ್ಟು ತಿಂಗಳಾಯ್ತು? ಇದಕ್ಕೆ 4 ಮಂತ್ ಆಯ್ತು. 4 ಆಗಿ ಇನ್ನೇನು 5 ಮಂತ್ 4 ಮಂತ್
4 ಮಂತ್ 4 ತಿಂಗಳಾಯ್ತು. 4.5 ತಿಂಗಳಾಗಿದೆ. 4 ಇನ್ನು ಎಷ್ಟು ತಿಂಗಳು ಯೂಸ್ ಆಗುತ್ತೆ? ಇನ್ನು 3 ತಿಂಗಳು ಮಾಡ್ಬೋದು. ನಾವು ಮೇಂಟೆನೆನ್ಸ್ ಮಾಡ್ದಂಗಿದೆ. ಇದು ನಾವೇನು ಈಗ ಗೊಬ್ಬರ ಕೊಡ್ತಾ ಇದ್ರೆ ಇಲ್ಲ, ನಿಮ್ದು ಸಾಧಾರಣ ಇಪ್ಪ ಇಲ್ಲಿ ಭೂವಸ್ತ್ರ ಹಾಕಿದಿಲ್ಲ, ಈ ಭೂವಸ್ತ್ರ ಹಾಕಿದ್ರಿಂದ ಬೆನಿಫಿಟ್ ಏನು ಇದೆ? ಬೆನಿಫಿಟ್ ಚೆನ್ನಾಗಿದೆ ಅಂತ ಅನ್ನಿಸ್ತಾ ಇದೆ. ಚೆನ್ನಾಗಿ ಬರ್ತದೆ. ಗಿಡ ಗ್ರೀನೆಸ್ ಆಗಿದೆ, ಗ್ರೀನೆಸ್ ಆಗಿದೆ, ಬಾರಿ ಚೆನ್ನಾಗಿ ಬೆಳೆ ಚೆನ್ನಾಗಿರುತ್ತೆ, ಶೈನಿಂಗ್ ಇರುತ್ತೆ, ವೇಟ್ ಬರುತ್ತೆ, ತೂಕ ಬರುತ್ತೆ. ನಮ್ಮ ಭೂವಸ್ತ್ರ ಗೊಬ್ಬರದಿಂದ ಒಳ್ಳೆ ರಿಸಲ್ಟ್ ಬರ್ತಾ ಇದೆ. ಆಯ್ತು. ಶಂಕರ ನಮ್ಮ ಅಪ್ಪಾಜಿ ಇಲ್ಲಿ ಎಷ್ಟು ಟೈಮ್ ಕೊಯ್ದಿದೆ ಮತ್ತೆ ಈಗ ಅದೇ ಈಗ 7 ಟೈಮ್ ಕಟ್ ಮಾಡಿದೀವಿ. 7 ಟೈಮ್ ಕಟಿಂಗ್ ಆಗಿ ತಿಂಗಳಿಗೆ 3 ದಿನ ಮಾಡ್ತೀವಿ. 10 ದಿನಕ್ಕೆ ಒಂದ್ಸಿನ ಅಂದ್ರೆ ತಿಂಗಳಿಗೆ 3 ದಿನ. ಈಗ 2.5 ತಿಂಗಳು ಅಂದ್ರೆ ಹೆಚ್ಚು ಕಮ್ಮಿ ಈಗ 6-7 ದಿನ ಕಟ್ ಮಾಡಿದೀವಿ. ಕಟ್ ಮಾಡಿ ಇನ್ನು 2 ತಿಂಗಳು ಕೂಡ ನಮಗೆ ಕಟ್ ಮಾಡಾನೆ ಆಪ್ಷನ್ ಮಾಡ್ಬೋದು. ನಾವು ಮೇಂಟೆನೆನ್ಸ್ ಮಾಡಿದ್ವಿ. ಮೇಂಟೆನೆನ್ಸ್ ಮಾಡಿ ಆತರ ಬರುತ್ತೆ. ಮೇಂಟೆನೆನ್ಸ್ ಏನ್ ಮಾಡ್ಲಿಲ್ಲ ಅಂದ್ರೆ ಹಂಗೆ ಸ್ಟಾಪ್ ಆಗುತ್ತೆ. ಅದೆಲ್ಲ ಇಷ್ಟ. ಔಷಧಿ ಗೊಬ್ಬರ ಈಗ ನಮ್ದು ಅಲ್ಲಿ ವಾರೇಬಲ್ ಈಗ ನಾನು ಯಾವ್ದೂ ಮಾಡಿಲ್ಲ. ಹಂಗೆ ಮೇಂಟೈನ್ ಮಾಡಿದ್ರೆ ಯಾವ್ದೇ ಬೆಳೆ ಆದ್ರೂ ಅಷ್ಟೇ ತಾಳಿ. ಮತ್ತೆ ಭೂವಸ್ತ್ರ, ಗ್ರೋಮ್ಯಾಜಿಕ್, MI ಸ್ಪ್ರೇ ಅಷ್ಟು ಯೂಸ್ ಆಗಿ ಅಷ್ಟೇ ಫಿನಿಶ್ ಬೆನಿಫಿಟ್ ಬೆನಿಫಿಟ್ ಎಷ್ಟಾಗಿದೆ ಇದು? ಈಗ ನಾವ್ ಆಲ್ರೆಡಿ ಎಲ್ಲ ಕಾಷ್ಟೇ ಮಾಡಿದ್ವಿ ಖರ್ಚಿದ್ದಕ್ಕೆ. ಈ ಖರ್ಚಿಂದ ಏನ್ ದುಡ್ದಿದ್ವಿ ಇನ್ನು ಈಗ ಲಾಭ ಎಷ್ಟು ನೋಡ್ಬೋದು. ಇನ್ನು ಮುಂದೆ ಎಲ್ಲ ಲಾಭ. ಇದೆಲ್ಲ ಫಿನಿಶಿಂಗ್ ಫಿನಿಶಿಂಗ್ ಎಲ್ಲ ಚೆನ್ನಾಗಿದೆ. ಫಿನಿಶಿಂಗ್ ಚೆನ್ನಾಗಿದೆ. ಈ ಸಾಧಾರಣ ಲೈನ್ ಹಾಕೊಳ್ಳು ಅಲ್ಲ, ನಾರ್ಮಲ್ ಲೈನ್ ಸ್ವಲ್ಪ ಇದು ಫಿನಿಶಿಂಗ್ ಜಾಸ್ತಿ ಇದೆ. ಜಾಸ್ತಿ ಫಿನಿಶಿಂಗ್ ಚೆನ್ನಾಗಿದೆ. ಆಮೇಲೆ ವೆಯ್ಟ್ ಬರುತ್ತೆ, ಇದು ತೂಕ ಬರುತ್ತೆ. ಆ ಮಾಮೂಲಿ ಇದ್ರಲ್ಲಿ ತೂಕ ಬರಲ್ಲ, ಹಗರ ಇರುತ್ತೆ. ಇದರಲ್ಲಿ ವೆಯ್ಟ್ ಬರುತ್ತೆ, ಶೈನಿಂಗ್ ಚೆನ್ನಾಗಿದೆ. ಈ ಒಂದು ಮಾರ್ಕೆಟ್ ಅಲ್ಲಿ ಮಾರಾಟಕ್ಕೆ ಚೆನ್ನಾಗಿರುತ್ತೆ. ಫಸ್ಟ್ ಕ್ವಾಲಿಟಿ ಬೆಸ್ಟ್ ಕ್ವಾಲಿಟಿ ಬರುತ್ತೆ. നോട്ട്സാ മലയാളത്തിൽ ബാക്കിയെല്ലാം ടോപ്പ്. ഹലോ, നമസ്കാരം. നമ്മളെ ഈ ഒരു തോട്ടത്തില് നിങ്ങളിപ്പോ ഇവര് സംസാരിച്ചത് കർണാടകത്തിലാണ്. പിന്നെ ഇതില് ഭൂവസ്ത്ര, ഗ്രോമാജിക്, അതേപോലെ MI സ്പ്രേ ഈ സംഗതികൾ ഉപയോഗിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത്ര ഹൈറ്റില് സാധാരണ വളങ്ങൾ ഉപയോഗിച്ചാൽ വരില്ല എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമത്തെ ഒരു സംഗതി, ഇതിന്റെ അകത്ത് ഈ കാണുന്ന വിളവുകള് ഇത്ര കൂടുതല് പിന്നെ ഈ ഫിഗറുകള് വെയിറ്റ് ಬೇಲೂರು ತಾಲೂಕು ಹಾಸನ ಜಿಲ್ಲೆ ಮುತ್ಗನ್ನೆಯವರು ಶಂಕರೇಗೌಡ ಅಂತೇಳಿ. ನಾವು ಬೆಳೆ ಮಾಡೋದಕ್ಕಿಂತ ಮುಂಚೆ ಅಂದರೆ ಒಂದು 15 ದಿನ ಮುಂಚೆ ಭೂವಸ್ತ್ರವನ್ನು ಭೂಮಿಗೆ ಗೊಬ್ಬರ ಜೊತೆ ಸ್ವಲ್ಪ ಮಿಶ್ರಣ ಮಾಡಿ ಇದು ಒಂದು 2 ಕಿಲೋವನ್ನು ಕೊಟ್ಟಿದ್ವಿ. ಬೆಳೆ ಉತ್ಕೃಷ್ಟವಾಗಿ ಚೆನ್ನಾಗಿ ಬಂದಿದೆ. ಮತ್ತು 2ನೇ ರೌಂಡು ಸಹ ಈ ಭೂವಸ್ತ್ರವನ್ನು ಮತ್ತೆ ಪ್ರಯೋಗ ಮಾಡಿದ್ದೀವಿ. ಆದ್ದರಿಂದ ಒಳ್ಳೆ ಚಿಗುರು, ಒಳ್ಳೆ ಫಸಲು, ಒಳ್ಳೆ ಇಳುವರಿ ಚೆನ್ನಾಗಿದೆ. ಈಗಾಗಲೇ ಆಲ್ರೆಡಿ ನಾವು ಒಂದು 5 ಟನ್ನನ್ನು ಕಾಯಿ ಕಿತ್ತಿದ್ದೀವಿ. ಇದರಲ್ಲಿ ಈಗ ಹೆಚ್ಚು ಕಮ್ಮಿ ಒಂದು 4 ತಿಂಗಳಾಗಿದೆ. ಇನ್ನೂ ಒಂದು 3 ತಿಂಗಳು ಇದೇ ಥರ ಬೆಳೆಯನ್ನು ಬರೋದಕ್ಕೆ ಈ ಭೂವಸ್ತ್ರ ಚೆನ್ನಾಗಿ ಕೆಲಸ ಮಾಡ್ತಿದೆ ಅಂತ ತಿಳಿಸೋದಕ್ಕೆ ಭಾಳ ಇಷ್ಟಪಡ್ತೀನಿ. ನಮ್ಮ ಸ್ನೇಹಿತರಿಗೆ ತಿಳಿಸೋದಪ್ಪ ಏನಂದರೆ ರಾಸಾಯನಿಕ ಗೊಬ್ಬರವನ್ನು ಉಪಯೋಗಿಸೋದ ಕಡಿಮೆಯನ್ನು ಮಾಡಿ ಈ ಭೂವಸ್ತ್ರ ಆರ್ಗ್ಯಾನಿಕ್ಕನ್ನು ಉಪಯೋಗಿಸಲು ನಾನು ತಮ್ಮ ಮೂಲಕ ಕೇಳ್ಕೊತೀನಿ ಎಲ್ಲರಿಗೂ. ಸ್ನೇಹಿತರೆ, ನಮ್ಮದು ಬೇಲೂರು ತಾಲೂಕು ಮುತ್ಗನ್ನೆ ಅನ್ನೋ ಗ್ರಾಮ, ಹಾಸನ ಜಿಲ್ಲೆ ಅವರು ಶಂಕರ ಅಂತ ಮಾತಾಡ್ತಾ ಇರೋದು. ನಾವು ಈ ಆರ್ಗ್ಯಾನಿಕ್ ಗೊಬ್ಬರವನ್ನು ಬೆಳೆ ಮಾಡೋದಕ್ಕಿಂತ ಮುನ್ನೆ ಅಂದರೆ 15 ದಿನ ಮುಂಚೆ ಈ ಕ್ಯಾಪ್ಸಿಕಮ್ ಬೆಳೆಗೆ ನಾವು ರಾಸಾಯನಿಕ ಗೊಬ್ಬರ ಜೊತೆ ಯೂಸ್ ಮಾಡಿ ಕೊಟ್ವಿ. ಬೆಳೆ ಅತ್ಯುಷ್ಟವಾಗಿ ಚೆನ್ನಾಗಿ ಬಂದಿದೆ ಇಳುವರಿ. ಮತ್ತು 2ನೇ ರೌಂಡ್ ಸಹ ಮತ್ತೆ ಒಂದು 2 kg ಕೊಟ್ಟಿದ್ದೀವಿ. ಅತ್ಯುಷ್ಟವಾಗಿ ಚೆನ್ನಾಗಿ ಬಂದಿದೆ ಬೆಳೆ. ನೀವು ನೋಡ್ಬೋದು ಹೇಗೆ ಇದೆ ಕಾಯಿ ಅಂತ. ಆಲ್ರೆಡಿ ಇದರಲ್ಲಿ ನಾವು ಒಂದು 4 ಟನ್ ಇಳುವರಿಯನ್ನು ತೆಗೆದಿದ್ದೀವಿ. ಇದರಲ್ಲಿ ಈಗ 4 ತಿಂಗಳು ನಡೀತಾ ಇದೆ. ಹಾಗಾಗಿ ಆರ್ಗ್ಯಾನಿಕ್ ಗೊಬ್ಬರವನ್ನು ಉಪಯೋಗಿಸೋ ಮೂಲಕ ರೈತರಿಗೆ ನಾನು ತಿಳಿಸ್ಪಡಿಸೋಕ್ಕೆ ಇಷ್ಟಪಡ್ತೀನಿ. ಚೆನ್ನಾಗಿದೆ, ಎಲ್ಲರೂ ಯೂಸ್ ಮಾಡ್ಬೋದು, ಏನು ತೊಂದರೆ ಇಲ್ಲ. ನಮಗೆ ರಿಸಲ್ಟ್ ಬಂದಿದೆ. ನೀವು ಇದೇ ಥರ ಪ್ರಯೋಗವನ್ನು ಮಾಡಿ ನೀವು ಆ ರಿಸಲ್ಟನ್ನು ತಿಳ್ಕೊಳ್ಳೋಕ್ಕೆ ನಾವು ತಿಳಿಸೋಕ್ಕೆ ಮೂಲಕ ಇಷ್ಟಪಡ್ತೀನಿ.